തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി ആകെ 77.35% വോട്ട് രേഖപ്പെടുത്തി. രണ്ടാം ഘട്ടമായ ഇന്ന് 76.85% പോളിംഗ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് 84%. കുറവ് മലപ്പുറത്ത് 71%. മറ്റു ജില്ലകളിലെ വോട്ടിംഗ് ശതമാനം ഇനി പറയുന്നു. തൃശൂർ 70.2, ആലപ്പുഴ 77.5, പാലക്കാട് 82.34, കോട്ടയം 79, പത്തനംതിട്ട 74%. മലപ്പുറം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് യന്ത്രം വ്യാപകമായി തകരാറിലായി. ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. വോട്ടിംഗ് മെഷീൻ തകരാർ പരിഹരിക്കണമെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് CPIM-ഉം ലീഗും ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തി. മലപ്പുറത്ത് വോട്ടിംഗ് മെഷീനിലുണ്ടായത് സാങ്കേതിക തകരാറല്ലെന്നും അസ്വാഭാവികമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശിധരൻ നായർ പറഞ്ഞു. തൃശൂരിൽ 9, മലപ്പുറത്ത് 105 ബൂത്തുകളിൽ നാളെ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ട തൃശൂരിലെ 9 ബൂത്തുകളിലും മലപ്പുറത്തെ 105 ബൂത്തുകളിലും റീപോളിംഗ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു. മലപ്പുറത്തെ 255 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ശശിധരൻ നായർ പറഞ്ഞു. പ്രസ് എററാണ് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് സംഭവിച്ചതെന്നും സംഭവം അതീവ ഗൗരവമേറിയതാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. മലപ്പുറത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ വ്യാപകമായ ഒരു സ്വഭാവം കാണിച്ചതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. അത് പ്രസ് എററാണ് അത് എന്നുള്ള രീതിയിലാണ് അതിൽ ഡിഫക്റ്റ് നോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖ് രംഗത്ത് വന്നു. മലപ്പുറത്ത് സംഭവിച്ചത് യന്ത്രത്തകരാറാണെന്നും വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒന്നും അറിയില്ലെന്നുമായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം. കൺട്രോൾ യൂണിറ്റിന്റെ പ്രശ്നമാണെങ്കിലും ബാലറ്റ് യൂണിറ്റിന്റെ പ്രശ്നമാണെങ്കിലും ഏതാണെങ്കിലും ടെക്നിക്കൽ എററാണ്. ഈ ടെക്നിക്കൽ എറർ എന്താണ് എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടത്തി കണ്ടെത്തണം. എന്നാൽ മലപ്പുറത്ത് സംഭവിച്ച അസ്വാഭാവികതയ്ക്ക് കൃത്യമായൊരു വിശദീകരണം നൽകാൻ ജില്ലയിലെ ഇലക്ഷൻ നടത്തിപ്പ് ചുമതലയുള്ള ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റീപോളിംഗ് നടത്തുന്നത് സംബന്ധിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തതായും ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി. കേടുവന്ന മെഷീനുകൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി സീൽ ചെയ്ത് മാറ്റി. സാങ്കേതിക ബലത്തോടെ കൂടുതൽ സുരക്ഷയൊരുക്കി റീപോളിംഗ് നടത്താനാണ് കമ്മീഷന്റെ തീരുമാനം. വിജയ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്തെ 105 ബൂത്തുകളിൽ റീപോളിംഗിന് ശുപാർശ നൽകിയതായി മലപ്പുറം ജില്ലാ കളക്ടർ. റീപോളിംഗിന് പുതിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായെന്നും അതിന്റെ കാരണം അറിയില്ലെന്നും കളക്ടർ പറഞ്ഞു. ഒരിക്കൽ കംപ്ലൈൻറ്റ് പരിഹരിച്ചിടത്ത് പിന്നെ ഒരു റൗണ്ട് എത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നല്ലത്, ടെക്നീഷ്യന്മാർ വേണം. അപ്പം അങ്ങനെ വന്നപ്പോൾ പലയിടത്തും വോട്ടിംഗ് തടസ്സപ്പെട്ടു. എന്നാലും നമ്മൾ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങളൊക്കെ കാണിക്കുന്നത് വെച്ചപ്പോൾ 74% പോളിംഗ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കിപ്പം പ്രിസൈഡിംഗ് ഓഫീസർമാർ, പോളിംഗ് ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരും അവർ വഴി ബ്ലോക്കിൻ്റെ റിട്ടേണിംഗ് ഓഫീസേഴ്സായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടർ തന്ന റിപ്പോർട്ട് പ്രകാരം പോളിംഗ് പലവിധത്തിൽ തടസ്സപ്പെട്ടതുകൊണ്ട് മുഴുവൻ വോട്ടർമാർക്കും സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിയാതെ വന്ന അതും ഈ പോളിംഗ് ഈ സാമഗ്രികളുടെ തടസ്സം കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പണിമുടക്കൊണ്ട് തന്നെ റീപോളിംഗ് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള റിക്വസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ശുപാർശ, ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിൽ 105 പോളിംഗ് സ്റ്റേഷനിലാണ് റീപോളിംഗ് നടത്താൻ വേണ്ടി കലക്ടർ ബഹുമാനപ്പെട്ട കമ്മീഷന് ശുപാർശ കൊടുക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൃശൂരിൽ 4 റീപോളിംഗ് നടത്തും. യന്ത്രത്തകരാർ മൂലം പോളിംഗ് മുടങ്ങിയ അമ്പൂരിലെ 2 ബൂത്തുകളിലും പഴയന്നൂർ, തിരുവല്ലാമല എന്നിവിടങ്ങളിലെ ഓരോ ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുക. ജില്ലയിലെ 5 ഇടങ്ങളിൽ കൂടി റീപോളിംഗ് വേണമെന്ന് ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ നൽകി. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ട 4 ബൂത്തുകളിലാണ് റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അരിമ്പൂർ, കുന്നത്തങ്ങാടി, എരവൂർ സൗത്ത്, പഴയന്നൂർ, പൂതനക്കര, തിരുവല്ലാമല, വെള്ളാർക്കുളം എന്നിവിടങ്ങളിലാണ് റീപോളിംഗ് നടത്തുക. പോളിംഗ് പുനഃസ്ഥാപിക്കാൻ സാധിക്കാതെ വന്നതോടെ ഈ 4 കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ A. കൗശികൻ ശുപാർശ നൽകിയിരുന്നു. രാവിലെ 7 മണിയോടെ പോളിംഗ് ആരംഭിച്ച ബൂത്തുകളിൽ പലയിടങ്ങളിലും യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് മുടങ്ങിയിരുന്നു. 60-ലധികം ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയത്. വോട്ടെടുപ്പ് വൈകിയ കേന്ദ്രങ്ങളിൽ 5 മണിക്ക് ശേഷവും പോളിംഗ് നടന്നു. അന്നമനട, കയ്പമംഗലം, ഏങ്ങണ്ടിയൂർ, ചേലക്കര തുടങ്ങിയ 5 കേന്ദ്രങ്ങളിൽ കൂടി റീപോളിംഗ് നടത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയാണ് എറണാകുളം. 84% ജില്ലയിലെ പോളിംഗ്. 2010-ലേതിനേക്കാൾ 4% അധിക പോളിംഗാണ് ഇത്തവണ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 68.4% കൊച്ചി കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം. എറണാകുളത്ത് രാവിലെ മുതൽ വിട്ടുമാറാതെ നിന്ന കനത്ത മഴ ആദ്യ മണിക്കൂറിൽ പോളിംഗിനെ ബാധിച്ചു. ജില്ലയിലെ പല ബൂത്തുകളിലും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത്. 12ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ 62-ാം ഡിവിഷനിലെ ബൂത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പോളിംഗ് കേന്ദ്രം മാറ്റി. ഉച്ചയ്ക്ക് 12 മണിയോടെ കാലാവസ്ഥ അനുകൂലമാവുകയും പോളിംഗ് ദ്രുതഗതിയിലാവുകയും ചെയ്തു. അതേസമയം മരടിലും തിരുവാങ്കുളത്തും വോട്ട് ചെയ്യാനെത്തിയവർ കുഴഞ്ഞു വീണ് മരിച്ചു. കോതമംഗലം കവളങ്ങാട് വോട്ട് ചെയ്ത് മടങ്ങുന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 7 പേർക്ക് പരിക്കേറ്റു. മന്ത്രി കെ ബാബു, UDF കൺവീനർ PP തങ്കച്ചൻ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, KV തോമസ് MP, മുൻ MP PC ചാക്കോ, നടൻ ദിലീപ് തുടങ്ങിയ പ്രമുഖർ വിവിധ കേന്ദ്രങ്ങളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വൈകിട്ട് 5 മണിക്ക് ശേഷവും മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായതിനാൽ ജില്ലയിൽ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഏറെ വൈകി. എറണാകുളത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും ജനം വിധിയെഴുതി കഴിഞ്ഞു. മുന്നണികൾക്കിനി കൂട്ടിക്കഴിക്കലിൻ്റെ മണിക്കൂറുകൾ. കൊച്ചിയിൽ നിന്നും ബിജേഷ് നടുവിലിനൊപ്പം KM ഉമേഷ്. കോട്ടയം ജില്ലയിൽ 79% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് റെക്കോർഡ് പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2010-ൽ 76.25% ത്രിതല പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനം 75%-ലധികമാണ്. ജില്ലയിലെ 6 നഗരസഭകളിൽ ഈരാറ്റുപേട്ടയിലും വൈക്കത്തുമായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ്, 80%. രാവിലെ മന്ദഗതിയിലായിരുന്നു തുടക്കം. പിന്നീട് ഉച്ചയോടുകൂടി വൻ വർധനയാണ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായത്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രിമാരായ KM മാണി, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി എന്നിവർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. 5399 സ്ഥാനാർത്ഥികളാണ് ജനഹിതം തേടിയത്. ബാർക്കോഴ, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതോടെ വിജയം കൈപ്പിടിയിലൊതുക്കാമെന്ന കണക്കുകൂട്ടലാണ് മുന്നണികൾ. ജനഹിതം പെട്ടിയിലായി കഴിഞ്ഞു. ഏറ്റവും മികച്ച പോളിംഗാണ് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുന്നണികൾക്ക് ആശങ്കയുടെ നിമിഷങ്ങൾ മാത്രമാണ്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. പത്തനംതിട്ടയിൽ 74% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ജില്ലയിൽ ഇരു മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. മലയോര ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റിക്കുറിച്ച വോട്ടെടുപ്പിനാണ് ജില്ല സാക്ഷിയായത്. 2010 തെരഞ്ഞെടുപ്പിലെ 59.92% എന്ന കണക്കിൽ നിന്നും 70% മുകളിലേക്ക് ജില്ലയുടെ വോട്ടിംഗ് ശതമാനം മാറിയതോടെ മുന്നണികളും ആശങ്കയിലായി. രാവിലെ പെയ്ത മഴയിൽ മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടിംഗ് മാനം തെളിഞ്ഞതോടെ തീർത്തും ആവേശത്തിലായി. 11 മണിയോടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവിന്റെ സൂചന ജില്ലയിലെ 1458 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ലഭിച്ചു തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ സ്ത്രീകളടക്കമുള്ളവരെ നേരത്തെ ബൂത്തുകളിൽ എത്തിക്കാൻ ഇരുമുന്നണി പ്രവർത്തകരും തമ്മിൽ മത്സരവും ഉണ്ടായി. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഇലന്തൂർ YMCA ഹാളിലെ 2-ാം നമ്പർ ബൂത്തിലും പ്രമാടം 12-ാം വാർഡിലെ 2-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. അരമണിക്കൂർ വൈകിയാണ് ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചത്. ജില്ലയിൽ അങ്ങിങ്ങായി പാർട്ടി പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമല്ലാതെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പുതുതായി പിറന്ന പന്തളം നഗരസഭയിൽ വോട്ടിംഗ് സമയത്തിന് ശേഷവും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ ആളുകൾക്ക് അവസരം നൽകി. സംസ്ഥാന രാഷ്ട്രീയവും മലയോര കർഷകരുടെയും നെൽകർഷകരുടെയും പ്രതിസന്ധികൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലുണ്ടായ വോട്ട് വർധനവാകും ജില്ലയുടെ വിധി നിർണയത്തിൽ നിർണായകമാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാലക്കാട് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടിംഗ് ശതമാനത്തിലെ വർധന ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് മുന്നണികൾ പറയുന്നു. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ BJP ബൂത്ത് പിടിച്ചെടുത്തതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായ കള്ളവോട്ട് നടന്നതിനാൽ റീപോളിംഗ് നടത്തണമെന്ന് ആവശ്യം. മഴയോടെ ആരംഭിച്ച വോട്ടിംഗ് ആദ്യ 2 മണിക്കൂർ മന്ദഗതിയിലായിരുന്നു. മഴ മാറി 9 മണിയോടെയാണ് ബൂത്തുകൾ സജീവമായത്. കനത്ത മഴയിൽ അട്ടപ്പാടിയിലെ 2 ഊരുകളും പുതൂർ പഞ്ചായത്തിലെ ചില ബൂത്തുകളും ഒറ്റപ്പെട്ടു. ഇതുകാരണം മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിലെ 12 ബൂത്തുകൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗവും സ്ഥാനാർത്ഥിയുമായ N ശിവരാജന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. റീപോളിംഗ് ആവശ്യപ്പെട്ട് LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്.
15 ബൂത്തുകളിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചത്. ഇവ പരിഹരിച്ച് വോട്ടിംഗ് സുഗമമാക്കാനും ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞു. മുൻ മന്ത്രിയും CPIM-ന്റെ മുതിർന്ന നേതാവുമായ T. ശിവദാസമേനോൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ പറക്കുന്നം GLP സ്കൂളിൽ വോട്ട് ചെയ്തു. മുൻ മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ ശേഖരീപുരം LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെയാണ് വോട്ടിംഗ് അവസാനിച്ചത്. വോട്ടെല്ലാം പെട്ടിയിലായി. ഇനിയുള്ള മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികളും പാർട്ടികളും കണക്കുകൂട്ടലാവും. ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ജനവിധി അറിയാം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ശക്തമായ മത്സരം നടന്ന ആലപ്പുഴയിൽ LDF-ഉം UDF-ഉം ആത്മവിശ്വാസത്തിലാണ്. റിപ്പോർട്ടിലേക്ക്. ഇത്തവണയും ജില്ലയിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞും വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിൽ ദൃശ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ 78%, നഗരസഭയിൽ 76% വോട്ടുകൾ രേഖപ്പെടുത്തി. കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. തീരദേശം ഉൾപ്പെടെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ 11 മണിയോടെ തന്നെ 42%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. രാവിലെ മുതൽ പെയ്ത ചാറ്റൽ മഴ വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തിയെങ്കിലും ഉച്ചയോടെ ഇത് മാറി. ജില്ലയിൽ 12 മണിയോടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 40% പേർ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ 2 മണിയോടെ ഇത് 56%-ആയി ഉയർന്നു. ജില്ലയിലെ ചില വാർഡുകളിൽ 12 മണിയോടെ 75% വോട്ടുകൾ വരെ രേഖപ്പെടുത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 80.22% ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് ശതമാനം. ജില്ലയിലെ പ്രമുഖ നേതാക്കളായ VS അച്യുതാനന്ദൻ, ഡോക്ടർ തോമസ് ഐസക്, G. സുധാകരൻ, KR ഗൗരിയമ്മ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, വയലാർ രവി തുടങ്ങിയവർ ഉച്ചയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീൻ തകരാറായ സംഭവം അസ്വാഭാവികമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് VM സുധീരനും ആവശ്യപ്പെട്ടു. അവസാനഘട്ട വോട്ടെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അത് തീർത്തും അസ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നത് വിശദമായി പരിശോധിച്ച് തീർച്ചപ്പെടുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്തി എന്തെങ്കിലും പറയുന്നില്ല. എന്നാൽ 1, 2, 3 ഇനി ഒരു 4-5 വരെയൊക്കെ ചിലപ്പോൾ തകരാറിലാവാം. ഇത് 100 കണക്കിൽ മെഷീനുകൾ തകരാറാവുക എന്ന് പറയുന്നത് അത് സാധാരണ നിലക്ക് സംഭവിക്കുന്നതേ അല്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് കൃത്യമായി കണ്ടെത്താം. വോട്ടിംഗ് യന്ത്രം തകരാറിലായ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് ഫലപ്രദമായ നടപടി കൈക്കൊള്ളണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഒരു വോട്ടർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള അവസരം ഇല്ലാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ പ്രശ്നം കാണുമെന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലയിലാണ് കാണുന്നത് എന്ന് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായി. തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞപ്പോൾ ഭരണത്തിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് UDF കൺവീനർ PP തങ്കച്ചനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്. നന്മ ചെയ്തിട്ടുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്തിയെന്ന് ചലച്ചിത്ര താരം ദിലീപ് സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് അർഹിക്കുന്ന ആളുകളുടെ വിജയമാവട്ടെ, നന്മയുടെ വിജയമാവട്ടെ. വോട്ട് ചെയ്യാത്ത ആളുകൾ ഇനി 5 മണി വരെ സമയമുണ്ട്. എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. അത് നമ്മുടെ അവകാശമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരാളുകൾ ചെയ്ത് കാണുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് നാടിന് നന്മയുണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഭേദമന്യേ, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് നാടിന് നന്മ ചെയ്യുന്ന അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അത് നന്മയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ വിജയിക്കട്ടെ. ഞാൻ കുത്തിയ ആള്, ഞാൻ വോട്ട് ചെയ്ത ആള് നാടിൻ്റെ നന്മയുടെ ഭാഗത്ത് നിൽക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് മുൻതൂക്കമെന്ന് എക്സിറ്റ് പോൾ സർവേകൾ. ആകെയുള്ള 243 സീറ്റുകളിൽ മഹാസഖ്യം 122 സീറ്റ് നേടുമെന്നാണ് ടൈംസ് നൗ സി വോട്ടർ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. NDAക്ക് 111 സീറ്റുകൾ കിട്ടുമെന്നും സർവേ ഫലം. 42% വോട്ട് മഹാസഖ്യം നേടും. സംസ്ഥാന മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും
RJD അധ്യക്ഷൻ ലാലു പ്രസാദിന്റെയും നേതൃത്വത്തിലുള്ള മഹാസഖ്യം അധികാരത്തിലേക്ക് എത്തുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പിലാണ് NDA പരാജയത്തിലേക്കെന്ന സർവേ ഫലം പുറത്തുവരുന്നത്. ലോകാരാധ്യനായ ചലച്ചിത്ര താരം ഷാരൂഖ് ഖാനോട് പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളാൻ ഉത്തരവിടുന്ന സംഘപരിവാർ ശക്തികൾ ഓരോ ഇന്ത്യക്കാരന്റെയും ദേശാഭിമാനത്തിന് നേരെയാണ് കടന്നാക്രമണം നടത്തുന്നതെന്ന് പിണറായി വിജയൻ. ഏറ്റവും പ്രശസ്തരായ ഇന്ത്യക്കാരിൽ ഒരാൾ മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹിതമായ പാരമ്പര്യമുള്ള കുടുംബാംഗം കൂടിയാണ് ഷാരൂഖ് ഖാൻ എന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടു. ദേശീയ പ്രസ്ഥാനത്തോട് പുറംതിരിഞ്ഞു നിന്ന RSSന് ആ കുടുംബത്തിന്റെ പാരമ്പര്യം അറിയാത്തതിൽ അത്ഭുതമില്ലെന്നും പിണറായി പറയുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 3 പെൺകുട്ടികളടക്കം 4 പേർ മുങ്ങിമരിച്ചു. മേനോൻപാറ സ്വദേശികളായ പവിത്ര, സഹോദരി സുമിത്ര, കൂട്ടുകാരി ധരണ്യ, കാർത്തിക് എന്നിവരാണ് മരിച്ചത്. മേനോൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള മണ്ണെടുത്ത വലിയ കുഴിയിൽ വീണാണ് അപകടം. കുളിക്കാനിറങ്ങിയ കാർത്തിക് മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റ് 3 പേർ കൂടി അപകടത്തിൽപ്പെട്ടത്. ജേക്കബ് തോമസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് DGP സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടുതൽ ധാർമ്മിക രോക്ഷമുള്ളവർ കെജ്രിവാളിനെ പോലെ രാഷ്ട്രീയത്തിലിറങ്ങാൻ DGPയുടെ ഉപദേശം. DGP സെൻകുമാറിനെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ ഫേസ്ബുക്കിൽ പ്രവഹിക്കുന്നു. മാണിക്കെതിരെ ലാലി വിൻസെന്റ്. ബാർക്കോഴയിൽ രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് മാണിയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കോൺഗ്രസ് മന്ത്രിമാർ രാജിവെച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ KPCC മീറ്റിംഗ്, ഭാരവാഹികളുടെ യോഗം 11-ാം തീയതിയും പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് 12-ാം തീയതിയും നടക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KPCC പ്രസിഡന്റ് അതിൻ്റെ സൂചന നൽകിയിട്ടുമുണ്ട്. അത് മാണി സാറും കേരള കോൺഗ്രസുമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിയും UDFുമാണ് തീരുമാനിക്കേണ്ടത്. അതേക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ അത്